അത് ഞങ്ങൾ പല പ്രാവശ്യം ഈ ഡിഒഫോയുടെ അടുത്തും റേഞ്ച് ഓഫീസിന്റെ അടുത്തും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആനയുടെ സഞ്ചാരപാതം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആനയുടെ സഞ്ചാരപാതം ഒഴിവാക്കണ്ട, ഇത് കമ്പിലൈനാണ്, ഇവിടുന്ന് ഒരു കമ്പിലൈൻ നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ കമ്പിലയത്തിൽ ആ കമ്പിലൈൻ KSBD അധീനതയിലാണ്. അപ്പൊ അതില് ഫെൻസിങ് വലിച്ചാൽ എന്തോ കുഴപ്പം. പക്ഷെ ഇവര് അത് തയ്യാറല്ല. ഇവിടെ ഇപ്പൊ 44 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് ഫോറസ്റ്റുകാർ പറയുന്നുണ്ട്. അവര് കിഴക്കെന്നാണ് ഇടുന്നത്. പടിഞ്ഞാറിന് ആന വരുന്നതിന് കിഴക്കെന്ന് ഫെൻസിങ് ഇട്ടാൽ ഈ നാട്ടുകാർക്ക് എന്താണ് ഗുണം? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഇവരതിന് എന്താണ് മറുപടി പറയുന്നത്? ഇവർക്ക് മറുപടി ഇല്ല. ഇവിടെ നമ്മുടെ ഒരു വനംവകുപ്പ് മന്ത്രിയുണ്ട്. വനംവകുപ്പ് മന്ത്രി പിതാവിനറിയായിരിക്കും, AK ശശീന്ദ്രനാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അദ്ദേഹം മയക്കുവെടി കൊണ്ട് മയങ്ങിയിരിക്കുക. സത്യം. ഈ കേരളത്തെ ജനങ്ങളുടെ എന്ത് സംഭവിക്കുന്നു, ഈ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അദ്ദേഹത്തിന് മറുപടിയില്ല. അല്ല, അദ്ദേഹം മയങ്ങിയിരിക്കുന്നവർക്ക് മറുപടി പറയാൻ പറ്റില്ലോ. ഇഷ്ടം പോലെ ഈ കേരളത്തിൽ ഇഷ്ടം പോലെ രാഷ്ട്രീയ ചെറുപ്പക്കാരുകളുണ്ട്. ഇത് ഞാൻ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പദവി ഏറ്റെടുത്തുകൊണ്ട് കഴിവുള്ള ഒരാളെ ഏൽപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് മയങ്ങിയിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഈ വകുപ്പ് കൊടുത്തിട്ട് ഈ നാടിന് എന്ത് സംരക്ഷണം കിട്ടുന്നു? ഈ സംരക്ഷണം കിട്ടുന്നില്ല. ഇവിടെ വർഷങ്ങളായി ആന വരുന്നു. ഫോറസ്റ്റുകാർ നിർവീര്യമാണ്. ഫോറസ്റ്റുകാർ ഒരനക്കും ഇന്നു വരെ, കാരണം അവർ പേടിച്ചിട്ടായിരിക്കാം. കാരണം ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് വരാൻ സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും. ഈ ചേച്ചിയാണ് ദൃസാക്ഷി. പേരെന്ത് ചേച്ചിയുടെ? സൂസൻ തോമസ് അല്ലേ? ശരി. പേടിച്ചിരിക്കുകയാണോ? പന്ന വരവെല്ലാം കണ്ടില്ല, വന്ന് തിരിഞ്ഞ് കുത്തനെ എല്ലാം കണ്ടില്ലേ. ഞാൻ എന്റെ ഇന്ദിരമ്മയെന്നും പറഞ്ഞു വിളിച്ചല്ലേ? അവര് കേട്ടില്ലല്ലേ? അന്നേരം കേക്കണ ആനയുടെ അടിയിലല്ലേ. അങ്ങനെയാണല്ലേ? വീണ് കണ്ടല്ലേ? ഓ, അത് ശരി. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അന്നേരം എന്റെ മകൻ എന്നെ വിളിക്കണ ഞാൻ കേട്ടില്ല, എനിക്ക് ചെവി ഒതുക്കല്ലേ. അപ്പൊ ഇന്ദിരമ്മ പറഞ്ഞു അവനെ വിളിക്കണ്ട്, അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഇങ്ങോട്ട് കുറച്ചടങ്ങി മാറിയപ്പോഴത്തേക്ക് ഈ ആന ഓർണ കണ്ടു. ഇന്ദിരമ്മയെ പോരെ ആനാന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. ആലരും വിളിച്ചു. ഞാൻ ഇങ്ങോട്ട് മാറിയച്ച് ഇന്ദിരമ്മ പുറയുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ആനയുടെ അടിയിലായി ഇന്ദിരമ്മ. പിന്നെ എന്റെ പുറകെ കുറേയുടെ വന്നിട്ട് തിരിച്ചു വന്നാന കുത്തണ ഭാഗ കാണുന്ന. അന്നേരം ഞാൻ ചങ്ങത്തെ എന്റെ ഇന്ദിരമ്മയെന്ന് പറഞ്ഞു വിളിച്ചു. എന്റെ പുറകെ കുറേയുടെ ഓടി വന്നു. ഇത് ഓടി അതിന് ഓടാൻ പറ്റില്ല, ഓടാൻ കാലുവല്ല, അങ്ങനെ ഓടൂല. അത് വടിയും കുത്തിപ്പിടിച്ചാ നടക്കണേ. പ്രമേഹവും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും അത് നടത്തിക്കൊണ്ടാണ്. ഈ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയണമെങ്കിലേ അല്ലേ, നമുക്ക് കഴിയുന്നത് നമുക്കത് ചെയ്യാൻ നോക്കാം. 6.5 കിലോമീറ്റർ ഫെൻസിങ് തരാം, ഹൈവേകൾക്ക് ഉണ്ടാക്കി തരാം, റോഡ് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി. വാഗ്ദാനം ചെയ്ത് അത് ഇത് ടെൻഡറായി. ഫെൻസിങ് 6.5 കിലോമീറ്റർ. എങ്ങനെ ഫെൻസിങ് ഉദ്ദേശിക്കുന്നോ? ഹാങ്ങിങ്. അത് മാർച്ച് 30 ആ പിതാവിനറിയാം. ഇവിടെ സന്ദർശിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറമ്പിൽ ഒരു സാധനവും ഇല്ല. ഒന്ന് അണ്ണാൻ, കുരങ്ങ്, പന്നി, ആന. ഈ ഒരു തേങ്ങ ആടിയ അന്ന് തന്നെ നമുക്ക് തെങ്ങിന്റെ ഒരു ചെന്നാൽ മതി, നല്ല വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വലിച്ചു കീറി ഇട്ടാൽ തിന്നിട്ട് പോയിച്ച് വളരെ നമ്മളൊക്കെ പോയി കിടക്കാൻ നല്ല വളരെ നീറ്റായിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന പരിപാടി കൈകാര്യം ചെയ്യണം. അതുപോലെ ചെയ്തിട്ടേക്കോട്ടെ. നമ്മൾ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒന്നും കാണില്ല. ഞാൻ ചോദിക്കട്ടെ, ചില സ്ഥലങ്ങളിലേ ചില ആൾക്കാരെ, അതായത് ചിലര് ഈ ഉദ്യോഗസ്ഥന്മാര് ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് 15 ലക്ഷം രൂപ ഇറങ്ങിപ്പോളെന്ന് പറയും. ഇവിടെ അങ്ങനെ പരിപാടി ഉണ്ടോ? ഇതായ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 15 ലക്ഷം രൂപ നമുക്ക് തന്നിരിക്കട്ടെ, ഈ 15 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എവിടെ പോയി എവിടെ? അതായത് ഞാൻ ചോദിച്ചല്ല, ഇങ്ങനെ പ്രോജക്ട് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ കൊടുത്തു. ഇവിടെ ഒരു 100 അപേക്ഷയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ? ഇത് എന്താണെന്നറിയോ, ഇത് 5 സെന്റും 10 സെന്റും ഉള്ളവർക്കൊക്കെ ഇത് വിജയമാണ്. പക്ഷെ അല്ലാത്തവർക്ക്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണം എന്റെ വീട് അല്ലെങ്കിൽ റോയിയുടെ വീട്, ഇങ്ങനെയുള്ളവരൊക്കെ പെട്ടുപോയി കിടക്കുന്നവർക്ക് ഈ 15 മേടിച്ചിട്ട് എങ്ങോട്ട് പോകാനാണ് പറ്റില്ല. അത് വിജയമല്ല. അത് ഒരിക്കലും ചോദിക്കരുത്. അതായത് ഇത് അവരുടെ ഒരു ടാർഗറ്റ് ആണ് ആൾക്കാരെ ഇറക്കി വിടുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് 15 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ
ഇറങ്ങിപ്പോളല്ലോ. അല്ല, ഈ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ കൊണ്ട് ജനങ്ങൾ ഇവിടുന്ന് പൊറുതിമുട്ടി ഇറങ്ങി പോകണം. അവരുടെ രീതി, അവരുടെ തീരുമാനം അതാണ്. ശരിക്കും അറിയാൻ കഴിഞ്ഞ തീരുമാനം അതാണ്. അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം നമ്മുടെ ജീവിതം മൊത്തം ഇവിടെ നമ്മൾ ബലി അർപ്പിച്ചു. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന ഈ കാലത്തെല്ലാം അധ്വാനിച്ച് കഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ ഇവിടെ അത് അല്ലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിപ്പോ ഈ വീട് തന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് പല കയറി ചെത്തി 5 ലക്ഷം രൂപ കടമായിട്ട് ഇതുപോലെ ഒരു വീട്. കാരണം അവരുടെ സ്വപ്നം അത്. ഇങ്ങനെ സ്വപ്നമായിരുന്നു ഒരു താമസിക്കണല്ലോ, ഒരു വീട് വേണല്ലോ. അങ്ങനെ ചെത്തുകാരനായിരുന്നു. പന ചെത്തി കഷ്ടപ്പെട്ട് അങ്ങേരെ ഉണ്ടാക്കിയത് മുഴുവനും 5 ലക്ഷം രൂപ കടവും കൂടെ വരുത്തി. അങ്ങനെ ഇത് എങ്ങോട്ട് പോകും? എനിക്ക് 74 വയസ്സായി. ഇനി മറ്റൊരിടത്ത് പോയി നേരെ ജീവിക്കാൻ എന്നിൽ പ്രാപ്തിയുണ്ടോ? റാവെന്ന് പറഞ്ഞ് ഈ 15 ലക്ഷം അല്ലെങ്കിൽ ഇത് തരാന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഞങ്ങൾ എവിടെ പോയി കിടക്കും? എന്നെ കൊണ്ട് ഇനി തേണിക്കാൻ കഴിവുണ്ടോ റാവേ? ഇല്ലല്ലോ. എനിക്ക് ഇനി 6 അടി മണ്ണ ഞാൻ ഇനി ആവശ്യപ്പെടുന്നു. എന്നാലും തേണിക്കാൻ പറ്റും. അതുവരെ കിടക്കണ്ടേ? ഈ ലോകം പിരിയുന്നവരെ ഞാൻ കിടക്കണ്ടേ? മക്കൾക്കും ജീവിക്കണം. അതും ഈ പറഞ്ഞ ഒരു പെര ഉണ്ടാക്കി അവിടെ വെച്ച് കഴിയും. അതും കടവും കടത്തിന്റെ വാടക വീട് 2000 രൂപ ഒരു മാസം മരുന്നിന് വേണം. ഒരു പെൻഷൻ പോലും ഞങ്ങൾക്ക് തന്നില്ല. 7 മാസം കഴിഞ്ഞു. ഞങ്ങൾ പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? പിതാവ് പറഞ്ഞേ എനിക്കിങ്ങനെ നിൽക്കും തന്നെ. എനിക്ക് സുഖമില്ലാത്ത ആളാണെന്ന് ഇതിങ്ങനെ കണ്ടപ്പോ ഇന്നലെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നോട് ഒന്നും പറയരുതെന്നാ ഡോക്ടർ പറഞ്ഞിട്ടേക്ക്. എന്നാലും ഇപ്പൊ എനിക്ക് പിതാവിനോട് പറയാതെ ഇരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറയണ. ഞങ്ങളുടെ അവസ്ഥയോടെ ചിന്തിക്കണം. നമ്മളിത് തന്നെ ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം ഈ കേരളത്തിന്റെ പല ഭാഗത്തും പ്രശ്നമുണ്ട്. അപ്പം എന്തെങ്കിലും ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയാലേ കാര്യം നടക്കുകയുള്ളൂ. അതായത് വന്യമൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നശിപ്പിക്കുക, ഒന്നീ കൊന്നു കളയുക, അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറ്റിവിടണം. ചെയ്യേണ്ടത് ഫോറസ്റ്റുകാരാണ്. അവരുടെ ഉത്തരവാദിത്വമല്ലേ അത്? അതായത് ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്ന വന്യജീവികളെ സംരക്ഷിക്കാനും വനം സംരക്ഷിക്കാനുമാണ്. അത് അവർ നോക്കണം. നാടിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ നാടിന്റെ ജീവനും സ്വത്തിനും പരിഗണന തരിക എന്നുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെന്റ് ചെയ്തേ പറ്റൂ. അത് ചെയ്യാതെ മുന്നോട്ട് പോകില്ല. ആ അവസ്ഥയാണ് ജനങ്ങൾക്ക്.